ഗായ്സ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീട്ടിലേക്ക് പോയാലോ. ഇന്ന് നമ്മൾ ഞാൻ പ്ലാൻ ചെയ്യുന്നത് എന്ന് വെച്ചാൽ 2-3 ദിവസമായിട്ട് ഞാൻ ഫ്രൈഡ് ചിക്കൻ കഴിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പം ഔട്ട്ലെറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പോവാനും കഴിക്കാനും വേറൊരാളുടെ വേണ്ടേ അപ്പൂസ്. അപ്പോൾ അപ്പൂസിനൊരു ചെറിയ ടാസ്ക് കൊടുക്കുവാണ്. ഞാനൊരു 2 പേപ്പർ എടുത്തിട്ട് അതിനകത്ത് KFC, TFC 2 ഔട്ട്ലെറ്റിൽ എഴുതിയിട്ടുണ്ട് ഫ്രൈഡ് ചിക്കൻ്റെ. അപ്പം നമുക്ക് അപ്പൂസിനെ കൊണ്ട് ഈ പേപ്പർ കൊടുത്ത് നിന്ന് എടുപ്പിച്ചിട്ട് നമുക്ക് പോകാം ഫ്രൈഡ് ചിക്കൻ കഴിക്കാം. അപ്പോൾ ഏതാണ് ചൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാമേ. അപ്പോൾ കുറച്ചൊരു വീഡിയോ മറ്റു പേപ്പർ മെനുകളൊക്കെ ഒന്നിൽ നമുക്ക് KFC എഴുതാം, മറ്റേ നമുക്ക് TFC ഇത് രണ്ടും കൊണ്ട് പോയിട്ട് നമുക്ക് അപ്പൂസിന് ഏതാണെന്ന് വെച്ചാൽ കൊടുത്തിട്ട് എടുക്കാം. അപ്പോൾ സംഭവം എഴുതി വെച്ചു, നമുക്ക് കൊണ്ട് കിട്ടാമേ. അപ്പോൾ ഇതിലാണെങ്കിൽ ഒന്ന് എടുക്കുവോ? എടുക്കുമ്പോൾ പറയാം. എടുക്കാതെ വന്നു നമുക്ക് ഫ്രൈഡ് ചിക്കൻ കഴിക്കാൻ പോവാം. TFCയിൽ കൊണ്ടുപോവോ? ഓക്കെ. അപ്പോൾ ഗൈസ്, നമുക്ക് KFCയിൽ ഫ്രൈഡ് ചിക്കൻ കഴിക്കാൻ പോവാമേ. അത് KFC പോവാം കഴിക്കാൻ. ഞാൻ റെഡി ആവട്ടാ? ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യും. പണി ഇതുപോലെ പറഞ്ഞു തിരിഞ്ഞ ആള് റെഡി ആയിട്ടോ. എങ്ങോട്ട് ആരും ഉണ്ടോ? മണി നോ മണി നോ ഹണി ഊറ്റി ഗൈസ്. നല്ല ആവശ്യം ഉണ്ടായിരുന്ന എനിക്ക് പേപ്പർ. നിനക്ക് പല പേപ്പർ നിങ്ങൾക്ക് കൊണ്ടുവരുന്നത് എടുക്കരുത്. എന്തിനാണ്ട് വെയിറ്റ് ചെയ്യണ? നമ്മളിപ്പോ എവിടെയാ? TFC. ചിക്കൻ വേണം ഗൈസ്. എങ്ങനെയുണ്ട് അപ്പൂസേ? നല്ല പ്രശ്നം, നല്ല ഹെവിയാണ്. ശരിയാണ് ഗൈസ് പറഞ്ഞത്. സാധാരണ നമ്മൾ KFC ഓർഡർ ചെയ്യുമ്പോൾ ഓക്കെ നമുക്ക് ആ ഒരു ഇത് കിട്ടുമല്ലോ. ഇപ്പോൾ നമ്മളിവിടെ കയറുന്നത് TFC ഷോപ്പിലാണ്. ടേസ്റ്റ് ഓഫ് ഫ്രൈഡ് ചിക്കൻ കിട്ടിയ സാധനം ക്വാണ്ടിറ്റി പ്രകാരം നല്ല രീതിയിലുണ്ട് കേട്ടോ. ക്വാളിറ്റി അത്യാവശ്യം നല്ല തന്നെയാണ്. കൊള്ളാം, അടിപൊളിയായിട്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ആ ഒരു റൂട്ട് പോവുകയാണെങ്കിൽ TFC കയറി ഫ്രൈഡ് ചിക്കൻ കഴിക്കാൻ മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വേറെ കുറച്ച് കാര്യങ്ങളുമായിട്ട് വരുന്നവരേക്കും ബൈ.